പറയുന്നല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞുപ്പിച്ചായനും പ്രിയ കർത്താവിൻ്റെ ദാസിയും ഇന്നും നമ്മളോടൊപ്പമായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പൊന്നൂരിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസി നമ്മളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. പ്രത്യേകിച്ച് തിങ്കളും അനേക നാളുകൾക്ക് ശേഷമായി തൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ ദൂരസ്ഥലത്തായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവ് തൻ്റെ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് നമുക്ക് മുഖവരിയിൽ കാണാൻ കഴിയും. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപക്ഷെ പലർക്കും, നമുക്കങ്ങനെ ഉണ്ടാകുമെന്നല്ല, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവം മറക്കുന്നവനാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ മറന്നുപോകും, സാഹചര്യങ്ങളിലൊക്കെ ദൈവം മറന്നുപോകും എന്ന് തെറ്റിദ്ധരിക്കും. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നു ദൈവം മറക്കില്ല. യെശയ്യാവ് 45-ന്റെ 49-ന്റെ 15-ാം വാക്യം. യെശയ്യാവ് 49-ന്റെ 15-ാം വാക്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. മതി. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ദൈവജനത്തിലൂടെ നമ്മൾ അത് പലപ്പോഴും ഉരുവിട്ടിട്ടുള്ളതാണ്. നമ്മൾ പലരുടെയും അനാഥത്വവും അതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസവും വരുമ്പോൾ നമ്മൾ എന്ന് പറയാറുള്ള ഒരു വാക്കാണ് ദൈവം മറക്കുകയില്ല എന്ന്. അത് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കോ? ഇവിടെ അമ്മമാരിപ്പുണ്ട്. മറക്കോ? ഇല്ല. എവിടെങ്കിലും ആരെങ്കിലും മറന്നിട്ടുണ്ടോ? ഞാനിവിടെ വന്ന സന്ദർഭങ്ങളിൽ, ഞാൻ കൊച്ചി താമസിക്കുന്ന അവസരത്തിൽ, ആ സന്ദർഭത്തിൽ മനോരമയ്ക്കകത്തൊരു വാർത്ത, മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഓടയിൽ ആരോ പ്രസവിച്ച് 2-3 ദിവസമായിട്ട് ഒരു കുഞ്ഞിനെ ആ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞ് പട്ടി കടിച്ച് വലിക്കുന്നു ഒരു വാർത്ത വന്നു. അതിനുശേഷമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ചില വാർത്തകൾ ഞാനത് പേപ്പർ കട്ടിങ് എടുത്ത് വെക്കുമായിരുന്നു. അതെൻ്റെ നഷ്ടമായി. പിന്നെ നിലമ്പൂര് പുല്ല് പറിക്കാൻ വിറവ് പെറുക്കാനും ഒക്കെ പോയ പെണ്ണുങ്ങൾ ഒരു ചെറിയ നിലവിളി കേട്ടു. വല്ല എലിക്കുഞ്ഞോ അല്ലെ വല്ല പക്ഷിയോ പൂച്ചക്കുഞ്ഞോ ഒക്കെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് അവരത്ര കാര്യമാക്കിയില്ല. ഇടയ്ക്ക് നിലവിളി ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഇവരെ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഒരു കുഞ്ഞ് ഉറുമ്പിൻ്റെ കടിയേറ്റ് മരിക്കാറായി. അതിൻ്റെ നിലവിളിയാണ്. ആരോ പ്രസവിച്ചു. അത് വനത്തിൽ വെച്ചാണോ ആശുപത്രി വെച്ചാണോ അവിടെ കൊണ്ട് കളഞ്ഞതാണ്. അതുപോലെ നമുക്ക് ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മുടെ കേരളത്തിൽ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഉണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കൊച്ചിയിലുണ്ട്. എവിടെ? ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ഉണ്ട് അമ്മത്തൊട്ടിൽ. എന്തിനു വേണ്ടിയാണ്? മക്കളെ വളർത്താൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും, അങ്ങോട്ട് കൊണ്ടിട്ടുള്ളൂ, ആരെങ്കിലും എടുത്തോണ്ട് വെക്കുള്ളൂ. അതിനുവേണ്ടി അമ്മത്തൊട്ടിൽ. ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു സംഗതി എന്താ? പെറ്റ തള്ളയും തൻ്റെ കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിച്ചതാ. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ
പെറ്റ തള്ളയും മറക്കുമെന്ന് ചരിത്ര സംഭവങ്ങൾ മാത്രമല്ല നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കുഞ്ഞുങ്ങളെ കടലിലേക്ക് അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക്, കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു മാതാപിതാക്കൾ കൊല്ലുന്നു. നിങ്ങൾ കേട്ടില്ലേ ഒരിക്കൽ, അതേത് സ്ഥലം എനിക്കറിയത്തില്ല, നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്. ഒരു കുഞ്ഞിനെ വലിച്ചെടുത്ത് നിലത്തൊരൊറ്റയടി അത് വിറച്ച് അവിടെ മരിച്ചു. വടക്കേടിയിൽ നടന്ന സംഭവം നമുക്കറിയാം. ഒരു കുഞ്ഞ് വിശക്കുന്നു, എനിക്കൊരു കഷ്ണം റൊട്ടി വേണമെന്ന് പറഞ്ഞ് അപ്പനോട് ചോദിച്ചു. അപ്പൻ എന്ത് ചെയ്തു? അടിച്ചവനെ കൊന്നു. കുഞ്ഞു കൊച്ച. ബൈബിൾ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു, ഒരു പെറ്റ തള്ള തന്നെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിച്ചാൽ മറക്കും എന്ന് ഒരേ സ്വരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ വിലപ്പെട്ടൊരു വാഗ്ദത്തം നമുക്കുണ്ട്. അവരെ മറന്നുപോയാലും മറക്കാത്ത ഒരുവൻ ഞാനാണ്. ഹല്ലേലൂയ. മറക്കാത്ത ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് നമ്മൾ. അത് പറഞ്ഞല്ലേ? ഹല്ലേലൂയ. നമുക്കറിയാം, AD 70 ടൈറ്റസ് എന്ന് പറയുന്ന ചക്രവർത്തി, ടൈറ്റസ് അവിടെ യെരുശലേം നിരോധിക്കപ്പെട്ടു. ഏതാണ്ട് 6 മാസക്കാലം അവിടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാനോ ആഹാരം കൈക്കൊള്ളാനോ ആഹാരം മേടിക്കാനോ പോകാനായിട്ട് അനുവദിച്ചില്ല. അവിടെ എന്തു സംഭവിച്ചു? ജനങ്ങൾ പട്ടിണി കൊണ്ട് അനേകർ പിടഞ്ഞു വീണു മരിച്ചു. അതിനുശേഷമായിട്ട് ഒരു പടയാളി, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് കേട്ടോ, ഒരു പടയാളിക്കും വിശന്നു. അതിനകത്ത് ഇറച്ചി പൊരിയുന്ന ഒരു മണം വന്നപ്പോൾ താൻ പെട്ടെന്ന് പട്ടാളക്കാരനകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരു മാതാവിന്റെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം ഇറച്ചി തട്ടിപ്പറിച്ച് തിന്നാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ഒരു കുഞ്ഞിന്റെ തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാം അവിടെ ഇരിക്കുക. AD 70 യെരുശലേമിലെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനോട് അവർ വെല്ലുവിളിച്ചു, യേശു ക്രിസ്തുവിനെ അവർ ത്യജിച്ചു. AD 70 എന്താ കർത്താവായ യേശു എന്താ പറഞ്ഞത്? എന്നെ ചൊല്ലി നിങ്ങൾ ആരും കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. AD 70 അത് സംഭവിച്ചു. അനേക മാതാപിതാക്കൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ നാളുകൾ, മാസങ്ങൾ അവർ വിശന്ന് പൊരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ സമനില തെറ്റി മാനസിക രോഗികളായി. അതിനുശേഷം സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ണിൽ കണ്ടതെല്ലാം തിന്നു. അവസാനം കുഞ്ഞുങ്ങളെ അവര് പുഴുങ്ങി തിന്നു, പൊരിച്ചു തിന്നു. ഇതൊക്കെ ചരിത്ര സംഭവമാണ്. ഇതെല്ലാം നമ്മളെ അറിയിക്കുന്നത് ഈ ലോകത്തിൽ ഒരിക്കലും മറക്കാതെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവാണ്, ജീവനുള്ള ദൈവം. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും ഒരു വിഗ്രഹത്തിന്റെ പിന്നാലെ പോയി തൊഴുന്നവരല്ല. നമ്മൾ ഒരിക്കലും മനുഷ്യൻ അവന്റെ കലാബോധം കൊണ്ട് സൃഷ്ടിച്ച ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു സിമെന്റോ അല്ലെങ്കിൽ മരവോ എന്തുകൊണ്ടെങ്കിലും സൃഷ്ടിച്ച ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നമസ്കരിക്കുന്നവരായിരുന്നു. പുണ്യവാളന്മാരുടെ രൂപങ്ങളെല്ലാം കൊത്തിവെച്ച് അതിൻ്റെ മുമ്പിൽ പോയി നമസ്കരിക്കും. അതിനെ നമസ്കരിച്ച് കഴിഞ്ഞിട്ടേ പണിക്കുക പോകുള്ളൂ. അങ്ങനെ ആയിരുന്നു. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നു. സത്യദൈവം ഏതെന്ന് കാണുവാനുള്ള ഭാഗ്യം എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലെ അപ്പച്ചൻ തന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, നമ്മൾ വിഗ്രഹാരാധികൾ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആ സത്യദൈവത്തെ അറിയാൻ ഇടയായത്. ഹല്ലേലൂയ. ആ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയല്ലേ, കൈവിടുകയല്ല, ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഒരു വാക്യം കൂടെ വായിച്ചു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്നെടുത്ത്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. മറക്കുവാൻ ദൈവം അനീതിയുള്ളവനല്ല. എത്ര സുന്ദരമായ വാക്കാതല്ലേ. അതിന്റെ അർത്ഥം നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്തുവാ? ദൈവം മറക്കുകയല്ലത്. പിന്നെ ഇവിടെ ഒരു ദാവീദ് പറയുക, നീ എന്നെ മറന്നു കളഞ്ഞതെന്ത്?
അങ്ങനെ പറഞ്ഞ അതേ സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ അടുത്ത വാക്ക് എന്താ പറയുന്നത്? അത് അവിടെ തന്നെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ മറക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറുക അല്ലേ? എന്താ? നമ്മൾ ചിന്തിക്കുന്ന പോലെ, ലോകം ചിന്തിക്കുന്ന പോലെ ഒരു അർത്ഥമല്ല ഈ മറക്കുക എന്നുള്ള വാക്കുകൊണ്ട്. കാരണം എന്താ? എന്താ കാരണം? എത്രത്തോളം എന്നൊരു വാക്ക് അവിടെ കാണുന്നില്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? മറക്കുന്നതിനെ അല്ല ഇവിടെ പറയുന്നത്, ആണോ? അല്ല. നീ എത്ര നാള് മറക്കും എന്ന് ചോദിച്ചാൽ ദൈവം മറക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ചില കാലതാമസം വരുത്തുന്നത് തൻ്റെ ജീവിതത്തിൽ വേദനയുണ്ടായി. ഈ കാലതാമസത്തെ ഉദ്ദേശിച്ചാണ് ദാവീദ് ഇവിടെ എന്താ നീ എന്നെ മറന്നതെന്ന് ചോദിച്ചത്. ദൈവം മറക്കുകയെന്ന് ദാവീദിനെ അറിയാം. എങ്കിലും ചില വേദനയുടെ കഠിനമേറിയ ഭാരത്തിന്റെ നടുവിൽ നമ്മളാണെങ്കിൽ കൃത്യസമയത്ത് നടക്കേണ്ട സമയത്ത്, ആ സമയത്ത് ആകപ്പാടെ മാനസിക സംഘർഷമാകും, നടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ദൈവം എന്താ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം എന്താ മറുപടി തരാത്തത്? ദൈവം എന്താ മറന്നോ എന്ന് നമ്മൾ ചോദിക്കുന്നത് ആ വേദനയുടെ, ആ പ്രതിസന്ധിയുടെ കഠിനത നിമിത്തമായി ചോദിക്കുന്നതാണ്. അതാണ് ഇവിടെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. എത്ര കാലമാണ് കർത്താവേ നീ മറന്നതുപോലെ ഞാനിവിടെ ആയിരിക്കുന്നത്? അല്ലേ? മറന്നു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, ഒരു പാട്ട് നമ്മൾ പാടുന്നുണ്ട്, കഴുകനെ പോലെ കൂടിളക്കി പറക്കുവാൻ ആമേൻ. ചിറകുകളാതിന്മേൽ വഹിച്ചു നമ്മെ നീലം പരിചായി നാം നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ബൈബിളിലൊരു വാക്യത്തിന്റെ പാട്ടാണ്. അവിടെ പറയുന്നത് എന്തുവാ? കഴുകൻ കൂടിളക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ എന്നാണ്. ഈ കഴുകൻ ചെയ്യുന്ന ഒരു എന്താ, ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് കഴുകൻ കൊണ്ട് കൂട് വയ്ക്കുന്നത്. ഏതെങ്കിലും വലിയ പാറയുടെ മുകളിലോ അല്ലെങ്കിൽ വലിയ ബലമുള്ള മരത്തിൻ്റെ മുകളിലോ ഒക്കെയാണ് കൂട് വെക്കുന്നത്. ആദ്യം ഇത് കൂട് വെക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്ന നല്ല ബലവത്തായ കമ്പ് കൊണ്ടത് പാകി ക്രമീകരണം ചെയ്യും. അതിനുശേഷമായിട്ട് ചെറിയ ചെറിയ കമ്പുകൾ അതിനകത്ത് വെക്കും. അതിനുശേഷമായിട്ട് മറ്റു പല വൈക്കോല് പോലെയുള്ള, കച്ചി പോലെയുള്ള പല സാധനങ്ങൾ വെക്കും. അതിനുശേഷമായിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും വളരെ വളരെ സ്മൂത്തായിട്ട് വളരെ വളരെ പഞ്ഞി പോലുള്ള സാധനങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കും. മുകളിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? അത് മുട്ടയിടും. മുട്ടയിട്ട് കുഞ്ഞു വിരിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തൂവലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ദിവസവും വന്ന് ഈ കഴുകന് തീറ്റി കൊടുക്കും. എന്നിട്ട് ഈ കഴുകൻ ഇങ്ങനെ തീറ്റി കൊടുത്തോണ്ടിരുന്നാൽ എന്താ കുഴപ്പം? അത് അവിടെ ഇരുന്ന് തിന്ന് അത് ചീറും. തിന്ന് കണ്ടമാനം ചീറിക്കഴിഞ്ഞാൽ, വീർത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഒരു പാമ്പോ വല്ലതും കയറി വന്നാൽ അതിൻ്റെ വായിലേക്ക് ഇടും. അപ്പൊ ഇങ്ങനെ എപ്പോഴും തീറ്റി കൊടുത്ത് ഇങ്ങനെ ഇടുന്നത് ശരിയല്ലെന്ന് ആർക്കറിയാം? കഴുകൻ, തള്ളക്കഴുകൻ അറിയാം. അതിന് തൂവലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ആ നല്ല മനോഹരമായ പഞ്ഞി പോലെയുള്ള, വളരെ കമ്പിളിപ്പുതപ്പ് പോലെയുള്ള നല്ല ഭാഗങ്ങളെല്ലാം, ചിലപ്പോൾ കമ്പിളിപ്പുതപ്പിൻ്റെ കാണും, ആടിൻ്റെ രോമത്തിൻ്റെ ഒക്കെ കാണും, അതൊക്കെ കൊണ്ടേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ വലിച്ചു പറിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യും? ഇത് അതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ സാഹചര്യത്തിനൊരു മാറ്റം വരിക. സാഹചര്യത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ചെറിയ കമ്പല്ലേ, കമ്പിൻ്റെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഇതിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യും? കുത്തിക്കൊള്ളുമ്പോൾ ഇതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ടാകും. ഈ അസ്വസ്ഥത ഈ തള്ള അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്നതാണ്. അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത നിമിഷം എന്ത് ചെയ്യും? ഈ കമ്പ് ഓരോന്നോരോന്ന് വലിച്ച് മാറ്റും. അപ്പോൾ ഇതാകെപ്പാടെ അസ്വസ്ഥതയാണ്.
ഇതിന്റെ ഇതിന്റെ ചിറക് ഇങ്ങനെ അനക്കാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിൽക്കും. അങ്ങനെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ തള്ള തന്നെ ഇതിന്റെ കൂട് പൊളിക്കും. കൂട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇരിക്കാൻ വല്ല സ്ഥലമല്ലോ ഉണ്ട്? ഇല്ല. എന്നിട്ട് ഈ തള്ള എന്ത് ചെയ്യുക? ഈ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്മേൽ വഹിക്കും. ചിറകിന്മേൽ വഹിച്ച് എങ്ങോട്ട് പോകും? താൻ അവിടെ ആ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുണ്ടായ ആ ഉയർന്ന ആ പർവ്വതത്തേക്കാൾ, ഉയർന്ന പാറയേക്കാൾ അതിനും വലിയ ഉയരത്തിലേക്ക് അതിനെ പറന്നു കൊണ്ടുപോയതിനു ശേഷമായിട്ട് എന്ത് ചെയ്യും? തള്ള എന്ത് ചെയ്യും? തൻ്റെ ചിറകിൽ വെച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് എന്ത് ചെയ്യും? കുടഞ്ഞു കളയും. കുടഞ്ഞു കളയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇതുള്ള ചിറകിൽ താഴേക്ക് വീഴുകയാണ്. ഇത് കുടഞ്ഞു കളയുന്ന അവസരത്തിൽ ഒരുപക്ഷെ ചിന്തിക്കാം, ഈ തള്ള എന്ത് ദുഷ്ടത നിറഞ്ഞ തള്ളയാണ്, എന്നെ കൈവിട്ടല്ലോ, ഞങ്ങളിതൊന്നും വേണ്ടേ, മറന്നല്ലോ എന്ന് തോന്നാം. പക്ഷെ ഇത് ഈ കൈവിടുന്ന ഈ രംഗം, കൈവിടുന്ന ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന് അർത്ഥമാക്കുന്നത്? ഇത് കൈവിട്ടതല്ല, പിന്നെ ഇത് തള്ളക്കഴുകന്റെ കരുതലിന്റെ ഒരു പാഠമായിരുന്നു. അവൻ ഇത് കൈവിടുന്നതിന്റെ അല്ല, തള്ളക്കഴുകൻ അതിനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുള്ളതിന്റെ ഒരു പ്രകടനമാണ് തന്റെ കൂട് പൊളിച്ചതും ഈ സുഖവാസ കേന്ദ്രമൊക്കെ പൊളിച്ചു കളഞ്ഞതും അതിനെ ഉയരത്തിൽ കൊണ്ടുപോയി അതിനെ വലിച്ചെറിയുന്നതുമൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. എന്താ നമ്മൾ പാട്ട് പാടിയത്? നിലം പരിചായി നാം നശിച്ചിടാതെ നാം. എന്നിട്ട് അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് ചിറക് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ താഴേക്ക് വീഴാൻ തുടങ്ങും. വീഴുന്നതിന് മുമ്പ് ഇതെന്ത് ചെയ്യും? അതിനടിയിലേക്ക് വന്നതിനെ വീണ്ടും താങ്ങിയെടുത്തുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് വീണ്ടും അതിനെ കുടഞ്ഞു കളയും. പല ആവർത്തി ഇത് ചെയ്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പറക്കാൻ പഠിക്കും. ഇത് കൂട്ടിൽ തന്നെ ഇരുത്തി ഇത് തീറ്റി മുഴുവൻ കൊടുത്ത് ഇതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ തനിക്ക് 2 ചിറകുള്ള കാര്യം മറക്കും. പറക്കാൻ പറ്റാതെ വരും. ഇത് തിന്നു കൊടുത്ത് കൊഴുപ്പ് നിറഞ്ഞ് അവിടെ സുഖമായിട്ടിരിക്കും. പഴയ പാമ്പ് കയറി വരുമ്പോൾ അതിന്റെ വായിൽ ഇത് വിടും. പറക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കരുണയുള്ള ദൈവം, കരുണയുള്ള ഒരു മാതാവ്, സ്നേഹമുള്ള ഒരു മാതാവ് ഈ കഴുകൻ എന്ത് ചെയ്യുകയാണ്? അതിനെ പറക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതിന് 2 ചിറകുണ്ടെന്ന് അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പ്രതികൂലം വരുമ്പോൾ ഇതിങ്ങനെ എപ്പോഴും ഒരു കൂട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടതല്ല. അത് വിഹായുസിൽ പറന്ന് പോകേണ്ടതാണ്. അതിനുവേണ്ടി പഠിപ്പിക്കുവാൻ വേണ്ടി സ്നേഹമുള്ള തള്ളക്കഴുകൻ കാണിക്കുന്ന പ്രവൃത്തി കൈവിട്ടതാണെന്ന് തോന്നാം, എങ്കിലും കൈവിടുന്നവനല്ല. ഒരു പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ മറക്കില്ല എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ മറക്കുന്നു എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മറക്കുന്നു എന്നുള്ളത് നമുക്കൊരു തോന്നലാണ്. കർത്താവ് കേട്ടില്ല. ഈ ദൈവം പ്രവർത്തിക്കുന്നത് സമയം കഴിഞ്ഞ്, നമ്മുടെ നോട്ടത്തിൽ സമയം കഴിഞ്ഞു അല്ലേ? പക്ഷെ ദൈവത്തിന്റെ നോട്ടത്തിൽ സമയം കഴിഞ്ഞിട്ടില്ല. ദൈവം തക്ക സമയത്തെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കൂ. ദൈവം സമയം കഴിഞ്ഞ് നിനക്കൊന്നും ചെയ്യില്ല. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതെല്ലാം കൃത്യസമയത്താണ്. ആ നിർണായക ഘട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവം മറക്കുന്നവനാണെന്നുള്ള അർത്ഥത്തിലല്ല, എത്രത്തോളം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ദൈവം മറന്നതുപോലെ കുറച്ച് നാള് കാണിക്കുന്നു. അങ്ങനെ കാണിച്ചെങ്കിൽ നമ്മൾ കൂടുതൽ നെകളിക്കാതിരിക്കും. നമ്മൾ ചോദിക്കുന്നുള്ള എല്ലാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ? ഭയങ്കര നെകളികളാകും. ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എന്തോ അത് തന്നെ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, പിന്നെ വിടുവിപ്പാൻ ആരും. ദൈവം കീറിയാൽ, ദൈവം തൊട്ടാൽ, ഹല്ലേലൂയ, ഒരുത്തരും നമ്മളെ രക്ഷിപ്പാൻ കഴിയില്ല. ഒരു മനുഷ്യനും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ഓരോ ആഴ്ചകളിലുള്ള ആരാധനകളിലൂടെ ദൈവത്തിന്റെ കൃപകൾ പ്രാപിച്ച് ദൈവത്തെ മറക്കാതെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ്
സഹായിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടിൻഡു മുൻപോട്ട് കടന്നു വരും. അതിനുശേഷം സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കഴിഞ്ഞതിന് ശേഷമായിട്ട്